സാർ നമസ്കാരം. നമസ്കാരം. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ടീച്ചറുടെ ഒരു വിവാദ പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. പ്രസ്താവന പുറത്തു വന്നതോടുകൂടി കൈപൊള്ളി താൻ അതിൽ നാണം കെടും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ടീച്ചർ ഉടനെ തന്നെ തൻ്റെ പ്രസ്താവനയെ തിരുത്തുകയുണ്ടായി. പറഞ്ഞു വരുന്നത് UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകും എന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ UDFിൻ്റെ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. UDF സർക്കാർ വൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നു. ആ സർക്കാരിൻ്റെ ആദ്യ തീരുമാനങ്ങളിലൊന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഇന പരിപാടികൾ നടപ്പാക്കുന്നതിലെ ആദ്യത്തെ പരിപാടിയായി സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ 15-ാം തീയതി മുതൽ സ്ത്രീകൾ സൗജന്യ യാത്ര അനുഭവിച്ചു തുടങ്ങി. ഈ സൗജന്യ യാത്രയെ ചൊല്ലി ഇടതുപക്ഷം വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ ശ്രീമതി ടീച്ചറുടെ വിവാദപരമായൊരു പ്രസ്താവന വന്നത്. ടീച്ചർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വലതുപക്ഷ സർക്കാരിന് VD സതീശൻ സർക്കാരിനെ വിമർശിക്കാൻ കിട്ടിയ ആദ്യത്തെ ആയുധം എന്ന രീതിയിൽ അതെടുത്ത് പ്രയോഗിക്കുകയായിരുന്നു. സാധാരണ സ്ത്രീകൾ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ജോലിക്കും മറ്റുമായി പോകുന്ന സമയം. രാവിലെ 6 മണിക്ക് അവർ കുളിച്ചൊരുങ്ങി യാത്രയായി ചെല്ലുമ്പോൾ 9 മണിക്ക് ശേഷമാണ് KSRTCയിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കത്തക്കതല്ല. അങ്ങനെ സൗജന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്ന സമയത്ത് 6 മണി മുതൽ 6 മണി വരെ ആക്കണം എന്നൊക്കെയാണ് ടീച്ചർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത്. അതിൽ മാധ്യമപ്രവർത്തകർ, വിവരമുള്ള ധാരാളം മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ടീച്ചർ അത് അങ്ങനെയല്ല, ഉദ്ഘാടന ദിവസമാണ് 9 മണിക്ക് ശേഷം യാത്ര. ഉദ്ഘാടനം ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമല്ലേ ആ പദ്ധതി നടപ്പാവുകയുള്ളൂ. അതിനു മുമ്പ് എങ്ങനെയാണ് 6 മണിക്ക് യാത്ര അനുവദിക്കുക? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് തെറ്റുപറ്റി. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഞാൻ VD സതീശൻ സർക്കാരിൻ്റെ ഈ നയത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ശ്രീമതി ടീച്ചർ പറഞ്ഞത്. ഇവിടെ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തക എന്ന രീതിയിൽ, മുൻ മന്ത്രി എന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് താൻ എന്താണ് പറയുന്നത് എന്നുള്ളത് കൃത്യമായി പഠിക്കുക, പരിശോധിക്കുക. നാവുപിഴ എല്ലാവർക്കും പറ്റും, പക്ഷേ ഇവിടെ നാവുപിഴയല്ല, ധാരണാപിശകാണ് ടീച്ചർക്കുണ്ടായത്. അതൊന്ന്. രണ്ടാമത്, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഒരു കാരണവശാലും ഇത്തരം സൗജന്യങ്ങളൊന്നും ജനങ്ങൾക്ക് നൽകാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ VD സതീശൻ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് ടീച്ചർ പറയുന്നത് വഴി പിണറായി വിജയന് കൃത്യമായൊരു അടി കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ സാർ ഈ സംഭവത്തെ വിലയിരുത്തുന്നത്? അതായത് ശ്രീമതി ടീച്ചർ വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണിത്. സ്ത്രീകൾക്ക് 6 മണി മുതൽ ബസ് യാത്ര സൗജന്യമാക്കണം, വൈകുന്നേരം 6 മണി വരെ വേണമെന്ന് പറഞ്ഞത് തന്നെ ആളുകളുടെ മുന്നിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി അവർ ഈ VD സതീശന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഇൻഡയറക്റ്റായി ചെയ്തത്. അവർ പറഞ്ഞത് അവരറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം പറഞ്ഞൊരു കാര്യമാണ്. തിരിച്ചു പറഞ്ഞാൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായി നമുക്കതിനെ കാണാൻ പറ്റും. പിണറായി വിജയൻ 10 വർഷം ഭരിച്ച കാലഘട്ടത്ത് നവോത്ഥാന മതിലടക്കമുണ്ടാക്കി സ്ത്രീകളെ നിരത്തിയെങ്കിലും സ്ത്രീകളുടെ നിത്യജീവിതത്തിന് വേണ്ട എന്തെങ്കിലും ഒരു കാര്യം പിണറായി വിജയൻ ചെയ്തതായി കണ്ടിട്ടില്ല. പകരം അവരുടെ ജീവിതത്തിലേക്ക് കടന്നെത്തുകയും മഞ്ഞക്കുറ്റിയുമായി വന്ന് അവരുടെ അടുപ്പുകളിലെല്ലാം മഞ്ഞക്കുറ്റി സ്ഥാപിക്കുകയും ചെയ്ത് സാധാരണക്കാരനായ CPMൻ്റെ അണികളെപ്പോലും വെറുപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണെന്നാണ് നമ്മൾ വിലയിരുത്തിയത്. അതിൽ 25% കമ്മീഷൻ കിട്ടിയാൽ പിണറായി വിജയനെ സംബന്ധിച്ചുള്ള ആ 25% കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് സാധാരണ സ്ത്രീകളടക്കം CPM അണികളുടെ അടക്കം വീടുകളിൽ ഇത് കുറ്റി സ്ഥാപിക്കാൻ ശ്രമിച്ചതും ആ വലിയ ഇഷ്യൂ ആയതും അത് VD സതീശൻ വന്ന് നീക്കം ചെയ്തതും ആ പദ്ധതി തന്നെ VD സതീശൻ എടുത്ത് വലിച്ചെറിഞ്ഞു. അങ്ങനെയുള്ള സ്ഥലം. അതേപോലെ നവോത്ഥാന മതിൽ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ നവോത്ഥാന നായകൻ എന്ന് പേരുണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്ത നവോത്ഥാന മതിൽ 8 നിലയിൽ പൊട്ടിയതും അതിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേപോലെയാണ് പിണറായി വിജയൻ്റെ വലിയ മോന്ത കാണിച്ച് കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വലിയ ബോർഡ് വെച്ച് ജനങ്ങളുടെ അറപ്പും വെറുപ്പും ഉണ്ടാകുന്ന രൂപത്തിൽ
വോട്ട് പെട്ടെന്ന് അവർക്ക് പിണറായി വിജയനെ ഫോട്ടോ കാണുമ്പോൾ തന്നെ വിഷമമുണ്ടാവുകയും തിരിച്ച് UDF വോട്ട് ചെയ്യുന്ന ഒരവസ്ഥ വരികയും ചെയ്തത്. LDF അല്ലാതെ മറ്റാരുണ്ട് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ വലിയ മുഖമാണ് കാണിച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും ജനങ്ങൾക്കുണ്ടായിട്ടുള്ളതാണ്. അതിൽ നിന്നാണ് സാധാരണ CPM പ്രവർത്തകർ പോലും കാർക്കിച്ച് തുപ്പി നേരെ പോയി UDF വോട്ട് ചെയ്തത്. ആ മാറ്റത്തിൻ്റെ വ്യക്താവാണ് ശരിക്കും ശ്രീമതി ടീച്ചർ. കഴിഞ്ഞ 5 വർഷം അവർക്ക് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ശ്രീമതി ടീച്ചറുടെ ചരിത്രവും അത്ര പരിശുദ്ധമൊന്നുമല്ല. MV രാഘവനായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം കഥകൾ എനിക്ക് നേരിട്ട് തന്നെ പല ആളുകളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അവരെ പേഴ്സണൽ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ അവർ കവിയൂർ കേസിൽ വ്യക്തമായി പറയാൻ പറ്റും. കവിയൂർ കേസിൽ പാവപ്പെട്ട ഒരു കുടുംബം, അവരുടെ നാട്ടുകാരെ മയ്യിൽ സ്വദേശിയായ നാരായണ നമ്പൂതിരിയും കുടുംബവും കൊല്ലപ്പെടുകയും അതിലെ 15 വയസ്സുള്ള നർത്തകിയും സുന്ദരിയുമായ മകൾ അവിടെ ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്തിട്ട് അവർ പിറ്റേ ദിവസം വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എന്താണ്? ഈ കുട്ടി കന്യകയാണ്, ഈ കുട്ടി ബലാത്സംഗത്തിനിരയായിട്ടില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഇവർ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പറഞ്ഞത്. ശ്രീമതി ടീച്ചർക്ക് എവിടെ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടിയെന്ന് അതിൽ വളരെ വ്യക്തമായതുണ്ടായിരുന്നു. അവരുടെ മകൻ ഉൾപ്പെട്ട ഒരു ഗ്യാങ് ആണ് അവസാനം ഈ നാരായണ നമ്പൂതിരിയുടെ വീട്ടിൽ കയറി ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്ത് അവരെ അവരെ കഴുത്തിന് ഞെരിച്ചും കെട്ടിത്തൂക്കിയും അല്ലാതെയും എല്ലാം വിഷം കൊടുത്തും പാൽക്കഞ്ഞിയിൽ വിഷം കൊടുത്ത് കൊന്നതിന് ശേഷം അവിടെ നിന്ന് പോന്നത് എന്നുള്ളൊരു കത്ത് തന്നെ എനിക്കൊരു പോലീസ് ഓഫീസർ അയക്കുകയുണ്ടായി. കോട്ടയം പോലീസ് സൂപ്രണ്ടായിരുന്ന ഗോപിനാഥൻ അന്ന് ഈ പറഞ്ഞയച്ച ഗുണ്ടാ സംഘത്തിലെ ഒരു ആളായിരുന്നു ഈ ശ്രീമതി ടീച്ചറുടെ മകനെന്നായിരുന്നു എനിക്ക് ആ കത്തിലെ വിവരങ്ങൾ. ഇത് ഞാൻ കവിയൂർ കേസിൻ്റെ CBI കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള ഡോക്യുമെൻ്റാണ്, അതിൻ്റെ അഫിഡവിറ്റാണ്. എനിക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്തത്. എൻ്റെ ഓഫീസിൽ പിണറായി വിജയന് വേണ്ടിയിട്ട് ലാവ്ലിൻ കേസ് പ്രസിദ്ധീകരിച്ചപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചപ്പോൾ ഈ രേഖകളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അഫിഡവിറ്റ് ഫയൽ ചെയ്തത്. അപ്പോൾ ആ രേഖയിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ശ്രീമതി ടീച്ചർ സ്വന്തം മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ആത്മഹത്യ ആണെന്ന് പറയുകയും കുട്ടി ബലാത്സംഗത്തിന് ഇരയായിട്ടില്ല എന്ന് പറയുകയും ചെയ്തത്. എന്നാൽ ആ കുട്ടി നിരന്തരമായി ബലാത്സംഗത്തിനിരയായിരുന്നു. കന്യാചർമ്മങ്ങൾ നിരന്തരമായി വിച്ഛേദിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല ആ കുട്ടിയുടെ രഹസ്യഭാഗത്ത് സെമൻ ഉണ്ടായിരുന്നു. ആ സെമൻ ശരിക്കും DNA ടെസ്റ്റിന് കൊടുത്ത് തെളിയിക്കപ്പെടേണ്ടത്, എന്നാൽ അത് അട്ടിമറിക്കപ്പെടുകയാണ് ഉണ്ടായത്. കെമിക്കൽ ലാബിൽ വെച്ചിട്ട് അത് നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വിധത്തിൽ ഇതിനൊക്കെ കൂട്ടുനിന്ന ആളാണ് നമ്മുടെ ശ്രീമതി ടീച്ചർ. അന്ന് അവർ ആ പോസ്റ്റ്മോർട്ടം സ്ഥലത്ത് ചെല്ലുകയും, അന്ന് അവർ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിരുന്നു, ആ പോസ്റ്റ്മോർട്ടം സ്ഥലത്ത് ചെല്ലുകയും അവിടെ അട്ടിമറികൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള കാര്യവും അന്ന് പുറത്തു വന്ന വിവരമാണ്. മറ്റൊരു കാര്യം, കിളിരൂർ കേസിലെ ഷാരിയുടെ അമ്മ അച്ഛനും പറഞ്ഞിട്ടുള്ളത്, ഷാരി കാരിത്താസ് ഹോസ്പിറ്റലിൽ ICUവിൽ കിടക്കുമ്പോൾ ശ്രീമതി ടീച്ചർ അവിടെ ചെല്ലുകയും അവർ ICUവിൽ കടന്ന് ഈ കുട്ടിയുടെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണമാണ് ശ്രീമതി ടീച്ചർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതിനെതിരെ ശ്രീമതി ടീച്ചർ ഇന്നേ വരെ മിണ്ടിയിട്ടില്ല. അപ്പോൾ ശ്രീമതി ടീച്ചർ ഒരു കാഞ്ഞ വിത്ത് തന്നെയാണ്. അവർക്കിപ്പോൾ അധികാരമില്ല. പിണറായി വിജയൻ മാറ്റി നിർത്തി. അവരുടെ സഹോദരിയുടെ ഭർത്താവാണ് EP ജയരാജൻ, അവരുടെ സഹോദരിയാണ് PR ശ്യാമള. അപ്പോൾ അവരൊരു ഗ്യാങ് തന്നെയാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിണറായി വിജയനെ അടിക്കാനുള്ള വടിയുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. VD സതീശൻ ഇപ്പോൾ അവർക്ക് നേരിട്ട് ബോധ്യമായ കാര്യം, VD സതീശൻ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനകീയനായ മുഖ്യമന്ത്രിയായി അരങ്ങ് തകർക്കുമ്പോൾ അതിന് ഇൻഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് അവർ ചെയ്തത്. ഇത് വലിയൊരു പദ്ധതിയാണ്, അവർ അംഗീകരിച്ചിരിക്കുന്നു. ഇത് 6 മണിയാക്കണേ എന്നൊരു അപേക്ഷയുമായിട്ട് രംഗപ്രവേശം ചെയ്ത്
ആ പദ്ധതിയെ സപ്പോർട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ്റെ കർണത്തടിക്കുകയാണ് ശ്രീമതി ടീച്ചർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. അവിടെ ടീച്ചറിന് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ KSRTCയിൽ ഓർഡിനറി ബസ്സുകൾക്കുള്ള യാത്ര സൗജന്യമായി ഏർപ്പെടുത്തിയിരിക്കുന്നതിന് പ്രത്യേകിച്ച് സമയവിലക്കുകളൊന്നുമില്ല. ഏത് സമയത്തും സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യാം. അത് രാവിലെ 6 മണി മുതലെന്നോ അല്ലെങ്കിൽ വൈകുന്നേരം 6 മണി വരെ എന്നൊന്നുമില്ല. ഏത് സമയത്തും KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സിൽ, അത് അവർക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ബസ്സുകളിൽ സമ്പൂർണ്ണമായും അവർക്ക് യാത്ര ചെയ്യാം ഏത് സമയത്തും എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെയാണ് ഒരു പൊതുപ്രവർത്തക അങ്ങനെ നിരുത്തരവാദിത്വപരമായ ഒരു പരാമർശം നടത്തിയത്, ഒരു വിമർശനം നടത്തിയെന്നുള്ളത് വളരെ ഗുരുതരം തന്നെയാണ്. മറിച്ച് ഇപ്പോൾ സാറ് ചൂണ്ടിക്കാണിച്ചതുപോലെ പിണറായി വിജയൻ എന്നുള്ള സ്വേച്ഛാധിപത്യപരമായ ചിന്താഗതിയോടുകൂടി രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ശ്രീമതി ടീച്ചറിനെയൊക്കെ വെട്ടിയൊതുക്കി ഒരു മൂലക്കിരുത്തി ഭരണം കൊണ്ടുപോയതിൽ കൃത്യമായൊരു അമർഷം, തങ്ങളെപ്പോലുള്ള മുതിർന്ന നേതാക്കൾ അവഗണിക്കപ്പെടുന്നതിലുള്ള കൃത്യമായ അമർഷം ഒരു അടിയുടെ രൂപത്തിൽ തന്നെ പിണറായി വിജയൻ അവർ കൊടുത്തു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. എന്തായാലും VD സതീശൻ സർക്കാർ നടപ്പാക്കിയ ആദ്യത്തെ തീരുമാനങ്ങൾ മുതിർന്ന CPMൻ്റെ നേതാവും ഒരു മന്ത്രിയുമായിരുന്ന ശ്രീമതി ടീച്ചർ തന്നെ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്ന പിണറായി വിജയൻ അടക്കമുള്ള CPMകാരുടെ കരണമടിച്ച് പുകയ്ക്കുന്ന തരത്തിൽ തന്നെയുള്ളൊരു തീരുമാനമായിരുന്നു അല്ലെങ്കിൽ അഭിപ്രായമായിരുന്നു ശ്രീമതി ടീച്ചറുടെ ഭാഗത്ത് നിന്ന് വന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്.